രാജ്യം 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. സൈനിക ശക്തിയും നാരീശക്തിയും വിളിച്ചോതുന്ന 90 മിനിറ്റ് ദൈർഘ്യമുള്ള പരേഡാണ് രാവിലെ അരങ്ങേറിയത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് വിശിഷ്ട അതിഥിയായി എത്തിയത്. തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലുകൾ, ഡ്രോൺ ജാമറുകൾ, നിരീക്ഷണ ഉപകരണങ്ങൾ, സൈനിക വാഹനങ്ങൾ തുടങ്ങിയവ പരേഡിൽ അണിനിരന്നു. ഡൽഹിയും പരിസരവും 2 ദിവസമായി കനത്ത സുരക്ഷയിലായിരുന്നു. 8000 സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് നഗരത്തിൽ ഡ്യൂട്ടിക്കായി എത്തിയത്. രാജ്യത്തിൻ്റെ സ്ത്രീശക്തി വിളിച്ചോതി ചരിത്രത്തിൽ ആദ്യമായി റിപ്പബ്ലിക് ദിനത്തിൽ ഇത്തവണ സ്ത്രീകളാണ് പ്രധാനമായും സൈനിക പരേഡ് നയിച്ചത്. പരമ്പരാഗത സൈനിക ബാൻഡുകൾക്ക് പകരം ഇന്ത്യൻ സംഗീതോപകരണങ്ങൾ വായിക്കുന്ന 100ഓളം വനിതകളും പരേഡിൻ്റെ ഭാഗമായി. ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായ 15 വനിതാ പൈലറ്റുമാരും സൈനിക അഭ്യാസങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. കേന്ദ്ര സായുധ സേനയെയും ഇത്തവണ വനിതാ ഉദ്യോഗസ്ഥരാണ് നയിച്ചത്. വീരമൃത്യു വരിച്ച സൈനികർക്ക് യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലികൾ അർപ്പിച്ചതിന് ശേഷമാണ് റിപ്പബ്ലിക് ദിന പരിപാടികൾക്ക് തുടക്കമായത്. തൊട്ടുപിന്നാലെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും കുതിരകളെ പൂട്ടിയ പരമ്പരാഗത ബഗ്ഗിയിൽ കർത്തവ്യപഥയിലെത്തി. 40 വർഷത്തിന് ശേഷമാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി കുതിരകളെ പൂട്ടിയ ബഗ്ഗിയിൽ രാഷ്ട്രപതി പരേഡിനെത്തിയത്. ദേശീയ പതാക ഉയർത്തിയതിനു പിന്നാലെ ദേശീയ ഗാനവും ആലപിച്ചു. അവസാനിക്കുന്നതിന് തൊട്ടു പിന്നാലെ ഗൺ സല്യൂട്ട് എന്ന നിലയിൽ 21 ആചാരവെടികൾ മുഴക്കുകയുണ്ടായി. ഇതിനു പിന്നാലെ കർത്തവ്യപഥിൽ വ്യോമസേന പുഷ്പവൃഷ്ടിയും നടത്തി. പുഷ്പവൃഷ്ടിക്ക് ശേഷം 100 വനിതകളുടെ നേതൃത്വത്തിലുള്ള ബാൻഡ് പ്രകടനത്തിനും രാജ്യം സാക്ഷിയായി. പിന്നാലെ രാഷ്ട്രപതി സേനകളുടെ ഔദ്യോഗിക സല്യൂട്ടുകൾ സ്വീകരിച്ചതോടെ പരേഡിന് തുടക്കമായി. 75ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഏറ്റവും ശ്രദ്ധയാകർഷിച്ചത് CRPFലെ മോട്ടോർ സൈക്കിൾ സംഘത്തിൽ അംഗങ്ങളായ 10 മലയാളി പെൺകുട്ടികളാണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന CRPFൻ്റെ 262 അംഗ മോട്ടോർ സൈക്കിൾ സാഹസിക പ്രകടന സംഘമായ യശസ്വിനിയിലെ അംഗങ്ങളാണ് ഇവർ. നാഗ്പൂർ CRPFലെ 213 മഹിളാ ബറ്റാലിയനിലുള്ള ഇവരിൽ 4 പേർ പാലക്കാട്ടുകാരുമാണ്. പാലക്കാട് പുത്തൂർ സ്വദേശിനി മീനാംബിക സിയും, പുതുക്കോട് കുഴൽമന്ദം സ്വദേശി സന്ധ്യ എന്നും, പാലക്കാട് വാളയാർ സ്വദേശിനി അപർണ ദേവദാസും, പട്ടാമ്പി ഓങ്ങല്ലൂർ സ്വദേശി അശ്വതി CPയും, കൊല്ലം പുന്തലാഴം സ്വദേശി ശരണ്യയും, കൊല്ലം കടയ്ക്കൽ അഞ്ജു സജീവും, കോഴിക്കോട് സ്വദേശിനി ജിൻസിയും, കോഴിക്കോട് സ്വദേശിനി അഞ്ജുവും, തിരുവനന്തപുരം സ്വദേശിനി ആര്യയും, മഞ്ചേരി സ്വദേശിനി ശിശിരയുമാണ് ഈ സംഘത്തിൽ ഉൾപ്പെട്ടവർ. ഇവരിൽ ജിൻസി, അഞ്ജു, സജീവ്, അപർണ, മീനാംബിക, അശ്വതി എന്നിവർ റൈഡർമാരും മറ്റുള്ളവർ കോ റൈഡർമാരുമായിരുന്നു. ഡൽഹിയിൽ ഇന്ത്യ ഗേറ്റിൽ പുലർച്ചെ 5 മുതൽ ആരംഭിക്കുന്ന പരിശീലനം ഇവരെ വേഗത്തിൽ ഇതിനു സാധ്യമാക്കി. ഹരിയാന ഗുരുഗ്രാമിലെ ഗ്രൂപ്പ് സെൻറ്ററിൽ നിന്നാണ് ദിവസവും പുലർച്ചെ ഡൽഹിയിലേക്ക് എത്തിയത്. ബീം റോൾ, പിരമിഡ്, ഓൾറൗണ്ട് ഡിഫൻസ്, നാരീശക്തി, ആരോഹെഡ് തുടങ്ങിയ സാഹസിക പ്രകടനങ്ങളാണ് സംഘം അവതരിപ്പിച്ചത്. എല്ലാവർക്കും അവസരം ലഭിക്കുന്ന രീതിയിലാണ് ഇത്തവണ പരിപാടിയും സംഘടിപ്പിച്ചത്. പള്ളിപ്പുറത്തെ CRPF ക്യാമ്പിൽ പരിശീലനം പൂർത്തിയാക്കി 2021 സൈനിക സേവനം ആരംഭിച്ചവരാണ് ഇവർ. മാത്രമല്ല IFMSൻ്റെ 144 അംഗ സംഘത്തിൽ ഉൾപ്പെടെ 37 മലയാളികളും ഇത്തവണ പരേഡിൻ്റെ ഭാഗമായി. കര, വ്യോമ, നാവികസേനാ വിഭാഗങ്ങളിലെ മെഡിക്കൽ ഓഫീസർമാരുടെ സംഘമാണ് AFMSലുള്ളത്. മിലിറ്ററി നഴ്സിംഗ് സർവീസിലെ അംഗങ്ങൾ പൊതുവെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാറില്ല. എന്നാൽ ഇക്കുറി നഴ്സിംഗ് സർവീസിലെ അംഗങ്ങളും പരേഡിനിറങ്ങിയതും ശ്രദ്ധേയമായി. സായുധ സേനയിലെ സ്ത്രീ പ്രാതിനിധ്യത്തിൻ്റെ സുപ്രധാനമായ നാഴികക്കല്ലായിരുന്നു ഈ ചുവടുവയ്പ്. ഇതിലൂടെ പരമ്പരാഗതമായി പുരുഷ ഉദ്യോഗസ്ഥർ ആധിപത്യം പുലർത്തുന്ന പ്രദേശങ്ങളിൽ സ്ത്രീ സായുധ സേനയും അവരുടെ സാന്നിധ്യം ശക്തമാക്കി. സൈനിക ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സമഗ്രമായ ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതിൽ MNS പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. പരേഡിലെ MNSകളുടെ പങ്കാളിത്തം അവരുടെ അമൂല്യമായ സേവനത്തെ ആദരിക്കുക മാത്രമല്ല, രാജ്യത്തുടനീളമുള്ള സ്ത്രീകൾക്ക് പ്രചോദനവും ശാക്തീകരണത്തിൻ്റെ പ്രതീകവുമായി മാറിയിട്ടുണ്ട്. ഈ സുപ്രധാന സന്ദർഭം സായുധ സേനയിലെ ലിംഗസമത്വത്തിലേക്കുള്ള പുരോഗമനപരമായ മുന്നേറ്റങ്ങളുടെ തെളിവ് കൂടിയായി മാറിയിരിക്കുകയാണ്. രാജ്യം മുന്നോട്ടു പോകുമ്പോൾ വെസ്റ്റേൺ കമാൻഡ് നിക്ഷേപ ചടങ്ങിൽ MNS ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തവും ദേശീയ സേവനത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്ക് ഉൾക്കൊള്ളുന്നതിനും അംഗീകരിക്കുന്നതിനുമുള്ള പ്രയാണത്തിലെ ഒരു സുപ്രധാന ചുവടുവയ്പായി ഇക്കുറി ഓർമ്മപ്പെടും. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ വനിതകളെ പങ്കെടുപ്പിക്കുന്നത് സംബന്ധിച്ച് സായുധ സേനകൾക്കും വിവിധ സർക്കാർ വകുപ്പുകൾക്കും ഇത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ പ്രതിരോധ മന്ത്രാലയം നേരത്തെ നൽകിയിരുന്നു. 2024 റിപ്പബ്ലിക് ദിനത്തിൽ കർത്തവ്യപഥിൽ നടക്കുന്ന പരേഡിൽ സംഘങ്ങളിൽ മാർച്ചും ബാൻഡും ഉൾപ്പെടെ നിശ്ചല ദൃശ്യങ്ങളിലും മറ്റ് പ്രകടനങ്ങളിലും സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ അനുമതി നൽകണം എന്നുള്ള ഉത്തരവാണ് വകുപ്പ് നൽകിയത്. 2015 ആദ്യമായി 3 സൈനിക സർവീസുകളിൽ നിന്നും ഒരു മുഴുവൻ വനിതാ സംഘം പരേഡിൽ അണിനിരന്നിരുന്നു. 2019 കരസേനയുടെ
ഡെയർ ഡെവിൾസ് ടീമിൻ്റെ ഭാഗമായി ഒരു ബൈക്ക് പ്രകടനം അവതരിപ്പിക്കുന്ന ആദ്യത്തെ വനിതാ ഓഫീസറായി ക്യാപ്റ്റൻ ശിഖ സുരഭി മാറുകയും ചെയ്തു. തൊട്ടടുത്ത വർഷം ക്യാപ്റ്റൻ ടാനിയ ഷെർഗിൻ പുരുഷ പരേഡ് സംഘത്തെ നയിക്കുന്ന ആദ്യ വനിതാ ഉദ്യോഗസ്ഥയായി. 2021 ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ഭാവന കാന്ത് പരേഡിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ വനിതാ യുദ്ധവിമാന പൈലറ്റായി മാറുകയും ചെയ്തിരുന്നു.